ജീവിതം എനിക്കേ സംഭവിക്കുന്നു എന്നല്ല, ജീവിതം എന്നിലൂടെ സംഭവിക്കുന്നു. പറഞ്ഞത് ലെനയാണ്. മൂവി വേൾഡിൽ നിന്ന് കൂടെയുള്ളത് ലെനയാണ്. സ്വാഗതം. നമസ്കാരം. നമസ്കാരം. എനിക്ക് തോന്നുന്നു നമ്മൾ ലാസ്റ്റ് ഇൻ്റർവ്യൂ ഒരു വർഷം മുൻപാണ്. അതെ, ഇതെൻ്റെ ഫസ്റ്റ് ഇൻ്റർവ്യൂ ആണ് കല്യാണത്തിന് ശേഷം എൻ്റെ ആദ്യത്തെ ഇൻ്റർവ്യൂ എക്സ്ക്ലൂസീവ്. ഈ ബുക്കിനെ പറ്റിയൊക്കെ എനിക്ക് ഒരുപാട് ചോദിക്കാറുണ്ട്. അത് നമുക്കൊരു അടുത്ത പാർട്ടിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ആദ്യം ചോദിക്കട്ടെ. ഒരു ഒരു സെപ്പറേഷന് ശേഷം പിന്നീട് ലെന കുറേ വർഷങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. രണ്ടാമത് ഒരു പ്രണയം അല്ലേ ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഇതൊരു പ്രണയം എന്ന് പറയാൻ പറ്റില്ല, ഇതൊരു അറേഞ്ച്ഡ് മാരേജ് ആണ്. അതുകൊണ്ട് കല്യാണത്തിന് ശേഷമാണ് പ്രണയം സംഭവിക്കുന്നത്. സോ ഇറ്റ് ഹസ് ബീൻ വെരി നൈസ്. ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ലാത്തൊരു കാര്യമാണ് ഞാൻ കല്യാണം കഴിക്കുന്നുള്ളത്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഈ ബുക്ക് തന്നെയാണ് എൻ്റെ കംപ്ലീറ്റ് ലൈഫിലെ ട്രജക്ടറി മാറ്റിയത്. ഈ ബുക്കിൻ്റെ ഇൻ്റർവ്യൂ ആക്ച്വലി യൂട്യൂബിൽ ഞാൻ ഒരു ഇൻ്റർവ്യൂ കൊടുത്തത് ഭയങ്കര വൈറലായി പ്രശ്നമായല്ലോ, എല്ലായിടത്തും ഭയങ്കര ചർച്ചാ വിഷയമായപ്പോൾ അതുകൊണ്ടുണ്ടായ ഗുണം എന്താണെന്ന് വെച്ചാൽ, സാധാരണ സിനിമ ആക്ടേഴ്സിൻ്റെയും ആക്ട്രസസിൻ്റെയും ഇൻ്റർവ്യൂസ് കാണാത്ത ആൾക്കാർ അവർ ഈ ബഹളം കാരണം ഇത് ശ്രദ്ധിച്ചു. അതിലൊരാളാണ് നമ്മുടെ ആസ്ട്രോനോട്ട് ഗ്രൂപ്പ് ക്യാപ്റ്റൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ. ഇത് കാണുന്നു, ആ കണ്ട സംസാരം കണ്ട് ദിസ് ഇസ് ദ പേഴ്സൺ എന്ന് പറഞ്ഞ് പിന്നെ എൻ്റെ നമ്പർ തേടിയെടുക്കുന്നു, എന്നെ കോൺടാക്ട് ചെയ്യുന്നു, മെസ്സേജ് ചെയ്യുന്നു, ഞങ്ങൾ സംസാരിക്കുന്നു, വീട്ടുകാർ സംസാരിക്കുന്നു, കല്യാണം നടക്കുന്നു. ഇത്ര പെട്ടെന്നായിരുന്നു എല്ലാം. അപ്പം അദ്ദേഹത്തിന് എന്താണ് അതിൽ കണക്ട് ആയത്? കാരണം നോർമലി അവർക്കൊന്നും ഒരു സിനിമ ഇന്റർവ്യൂസ് കാണാനുള്ള സമയമോ താല്പര്യമോ ഒന്നും ഇല്ലാത്ത ആളുകളായിരിക്കും. അവർ വേറെ ലെവലിൽ ചിന്തിക്കുന്ന അവരുടെ ലൈഫ് കൊണ്ടുപോകുന്ന മനുഷ്യരാണ്. അപ്പം ഈ ഒരു ടോപ്പിക്ക് വരുന്നു, ലെനയെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അപ്പോൾ ഇതിൽ എന്തായിരിക്കും അദ്ദേഹത്തിന് കണക്ട് ആയത്? ഏറ്റവും കണക്ട് ആയത് ആ സ്പിരിച്വൽ അണ്ടർസ്റ്റാൻഡിങ്. സ്പിരിച്വാലിറ്റി പറഞ്ഞത് ഇമ്മീഡിയറ്റ്ലി കണക്റ്റായി. അതല്ലാതെ തന്നെ എനിക്ക് തോന്നുന്നു ആൾ വളരെ സ്പിരിച്വൽ ആയിട്ടുള്ളൊരു പേഴ്സണാണ്. എന്നെ കണ്ട ഉടനെ ഒരു റെക്കഗ്നിഷൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. ഇതാണ് ആള് എന്ന് പറയുന്ന പോലത്തെ ഒരു റെക്കഗ്നിഷൻ. അങ്ങനെ തോന്നിയത്, ഞങ്ങൾ സംസാരിച്ച് തുടങ്ങിയ ഉടനെ എനിക്ക് എന്തോ ഒരു അതായത് ഇത്രയും കാലമായിട്ട് ഒരിക്കലും തോന്നാത്ത ഒരു സ്പാർക്ക് ഉണ്ടായി. ഇറ്റ്സ് ലൈക്ക് മെയ്ഡ് ഫോർ ഈച്ച് അതർ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനാണ്. തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു ഗഗൻയാൻ ദൗത്യത്തിലെ ഏക മലയാളിയാണ് അദ്ദേഹം, അല്ലേ? ഈ സിനിമയിൽ നിന്നും മാറി നമുക്ക് അവിടെയാണ് ഇപ്പം സെറ്റിൽ ചെയ്തേക്കണം, US-ലാണ് സെറ്റിൽ ചെയ്തേക്കുന്നത്. സെറ്റിൽ ചെയ്തിരിക്കുന്നതല്ല, നമ്മളിപ്പോൾ അവിടെ US-ൽ ഇവരുടെ ട്രെയിനിങ് പീരിയഡിൽ US-ലാണ് താമസിക്കുന്നത്. നാസയുടെ തൊട്ടടുത്താണ് താമസിച്ചിരുന്നത്, ഹ്യൂസ്റ്റണിൽ. അവർക്ക് നാസയിലും സ്പേസ് എക്സിലെ ട്രെയിനിങ് ഉണ്ടായിരുന്നു. അങ്ങനെയാണ് അവിടെ. അതുകൊണ്ടാണ് അവിടെ. ഞാനിപ്പോൾ തിരിച്ചിവിടെ എത്തി, തിരിച്ച് സിനിമയിൽ അഭിനയിച്ചു കഴിഞ്ഞു. ഇപ്പോൾ ജീത്തു ജോസഫ് സാറിൻ്റെ വലതുവശത്തെ കള്ളനിൽ അഭിനയിച്ച് കഴിഞ്ഞേ ഉള്ളൂ. ഞാൻ എപ്പോഴും കോണ്ടാക്ട് ചെയ്യുമ്പോൾ എപ്പോഴും US-ലാണല്ലോ, അതാ ഞാൻ മിക്കവാറും അങ്ങോട്ട് മാറി കാണും. ഇല്ല, നമ്മൾ ഈ ട്രെയിനിങ് പീരിയഡിൽ അവിടെയായിരുന്നു. ഈ എനിക്ക് തോന്നുന്നു ഇതുവരെ കാണാത്തൊരു മേഖലയാണ് നാസ, അല്ലെങ്കിൽ ഈ സ്പേസ് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയയിലാണ് പാർട്ട്ണർ ഉള്ളത്. അപ്പോൾ ഈ ലെന നേരെ ഓപ്പോസിറ്റ് സിനിമ, അതിൻ്റെ ഒരു ഗ്ലാമർ വസ്താണ് ലെന നിൽക്കുന്നത്. ഇതെങ്ങനെ ഈ ഒരു ബാലൻസിങ് അവിടെ സംഭവിച്ചു പോകുന്നത്? എനിക്ക് തോന്നുന്നു ഞങ്ങളൊരു പവർ കപ്പിളാണ് ഇപ്പോൾ. ബിക്കോസ് യു ഹാവ് ആൻ ആസ്ട്രോനോട്ട് ആൻഡ് ആൻ ആക്ട്രസ്, ഫൈറ്റർ പൈലറ്റ് ആസ്ട്രോനോട്ട്, ഒരു ആക്ട്രസ് ഓത്തർ. അപ്പോൾ ആ ഒരു കോംബോ വളരെ എന്താ പറയുക, ഞങ്ങൾക്ക് തന്നെ ഒരു പവർ കപ്പിൾ ഫീലിംഗ് ആണ്. ബിക്കോസ് ഒരേ മേഖലയിൽ നിന്നാണെങ്കിൽ അതിൽ ഈ പറഞ്ഞൊരു ഡൈനാമിക് കിട്ടില്ല. എന്ന് വെച്ചാൽ ഒരാൾ സയൻസും ടെക്നോളജിയും മിലിറ്ററിയും എയർഫോഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ടും എല്ലാം കൊണ്ടുവരുമ്പോൾ മറ്റേ ആൾ ആർട്ടിസ്റ്റിക് ഫ്രീഡം, ഭയങ്കര എന്താ പറയുക, ക്രിയേറ്റിവിറ്റിയുടെ മേഖലയിൽ നിന്ന് വരുമ്പോൾ ഒരു കുറച്ചും കൂടെ ഹോൾനെസ് വരുന്നുണ്ട് എല്ലാത്തിനും. അതുപോലെ നമ്മുടെ കാഴ്ചപ്പാടുകളിലും ഇപ്പോൾ നമ്മൾ ചിന്തിക്കാത്ത കാര്യങ്ങളെല്ലാം ആ സൈഡിൽ നിന്ന് വരികയും ആ സൈഡിൽ ചിന്തിക്കാത്ത കാര്യങ്ങളൊക്കെ ഇവിടെ നിന്ന് വരികയും, അത് കൂടാതെ ഞങ്ങളെ ആക്ച്വലി കോർത്തിണക്കുന്നത് ഞങ്ങളുടെ സ്പിരിച്വാലിറ്റിയാണ്. അത് കൂടാതെ ഞങ്ങളുടെ ശീലങ്ങളൊക്കെ വളരെ സിമിലറാണ്. പണ്ട് മുതലേ ഉള്ള ശീലങ്ങൾ, എനിക്ക് കുറേ എല്ലാവർക്കും ഇല്ലാത്ത ശീലങ്ങളുണ്ട്. എന്ന് വെച്ചാൽ 5:30-ക്കും 6 മണിക്കും ഇടയിൽ ഡിന്നർ കഴിക്കുക വൈകിട്ട്. അത് ഇവിടെ ഞാൻ വേറെ ആരെയും കണ്ടിട്ടില്ല, ഞാൻ കണ്ടിട്ടില്ല. അതുപോലെ മെഡിറ്റേഷൻ ഇരിക്കുന്ന ശീലം, എന്നും ഈവനിങ്ങിലോ മോർണിംഗിലോ വായിക്കുന്ന പുസ്തകങ്ങൾ, കഴിക്കുന്ന ടൈപ്പ് ഓഫ് ഭക്ഷണം,
അതായത് ടൈപ്പ് ഓഫ് ഹെൽത്ത് ഫുഡ്. ഞാൻ വളരെ ഹെൽത്ത് കോൺഷ്യസ് ആയിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ട് വന്ന ഒരാളാണ്. അപ്പോൾ കഴിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. ഇപ്പോൾ ബക്ക്വീറ്റ് ആണോ കീനുവ ആണോ അങ്ങനത്തെ കുറച്ച് എല്ലാവരും കഴിക്കാത്ത കുറേ സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു 9-9:30 ആകുമ്പോൾ കിടന്നുറങ്ങുക രാത്രി. ഇത്രയും ശീലങ്ങളുള്ള വേറെ ആരും എനിക്ക് പരിചയമില്ല. ഞങ്ങൾ മീറ്റ് ചെയ്യുമ്പോഴേ ഞങ്ങൾ രണ്ടുപേരുടെയും എക്സാക്ട് ശീലങ്ങൾ ഇത് തന്നെയാണ്, സെയിം ആണ്. എന്നുവെച്ചാൽ ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ആവശ്യമില്ല. അതാണ് ഞാൻ പറയുന്നത്. എന്നുവെച്ചാൽ ഞാൻ ഒരിക്കലും കല്യാണം കഴിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ലാത്ത ഒരാളായിരുന്നു. അപ്പോൾ കൊണ്ട് കറക്റ്റായിട്ട് വെക്കുന്ന പോലെ എന്താ ഒരു കോംപ്രമൈസോ അഡ്ജസ്റ്റ്മെന്റോ ആവശ്യമില്ലാത്ത വിധത്തിൽ എക്സാക്ട്ലി ഇങ്ങനെ ക്ലിക്ക് ആവുന്ന ഒരു ഫിറ്റിംഗ് ആണ്. അത് കൊള്ളാം. ഈ എനിക്ക് തോന്നുന്നു ഒരു 27-ാം തീയതിയാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അടുത്തുനിന്ന് ഉള്ള ഒരു അപ്പം ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടാണ് ഞങ്ങൾ കഴിഞ്ഞ മാസം വിവാഹിതരായെന്ന് ഞങ്ങൾ അറിയിക്കുന്നു എന്നുള്ളത്. ഇത് ആ ഒരു മൊമെന്റിന് വേണ്ടിയിട്ട് കാത്തിരുന്നാണ്. അത് എന്തുകൊണ്ടാണ് പുറത്ത് നമുക്ക് പറയാൻ പാടില്ലായിരുന്നു. എന്ന് വെച്ചാൽ ഇവരുടെ ലൈഫ് വളരെ കോൺഫിഡൻഷ്യലാണ്. അത് ഒന്ന് ഞാൻ സെലിബ്രിറ്റി ആയതുകൊണ്ട് ഞാനിത് അവർ ആസ്ട്രോനോട്ട് എന്നുള്ളത് അനൗൺസ് ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ ഞാൻ കല്യാണം കഴിച്ച ആളെന്ന് പറഞ്ഞാൽ മീഡിയ അന്വേഷിക്കും ആരാണ് അയാൾ. എനിക്കൊന്നും പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ അനൗൺസ്മെൻറ്റ് പ്രൈം മിനിസ്റ്ററിൻ്റെ ഓഫീസിൽ നിന്ന് മാത്രമേ വരാൻ പാടുള്ളൂ. ഓ അങ്ങനെയുണ്ടല്ലേ? അതെ, ബിക്കോസ് നമ്മൾ വേറെ ഓൾറെഡി അറിയാൻ പാടില്ലല്ലോ. അതൊരു അനൗൺസ്മെൻ്റ് അല്ലേ. പ്രൈം മിനിസ്റ്റർ വിങ്സ് പ്രസൻറ്റ് ചെയ്യുന്നു. ആദ്യമായിട്ട് ഇന്ത്യയിലെ ആസ്ട്രോനോട്ട്സിനെ റിവീൽ ചെയ്യാണ്. ഒരു ലോഞ്ച് സെറിമണി അല്ലേ. അതിനെക്കുറിച്ച് നമ്മൾ നേരത്തെ പറയാൻ പാടില്ല. അതുകൊണ്ട് അത്രയും രഹസ്യ സ്വഭാവം ക്വയറ്റ് ആവേണ്ട വന്നു. അതേ സമയത്ത് ഈ പർട്ടിക്കുലർ ഫംഗ്ഷനിൽ ഞാൻ പങ്കെടുക്കണമെന്ന് ആഗ്രഹമുള്ളതുകൊണ്ടാണ് കല്യാണം നേരത്തെ ആക്കിയത്. അല്ലാതെ നമുക്ക് നമ്മുടെ ഫ്രണ്ട്സിനെയൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു ഫംഗ്ഷൻ അല്ല. അപ്പോൾ അത് എല്ലാം കൊണ്ടും ഭയങ്കര ടൈമിംഗ് ആയിപ്പോയി. ഈ കല്യാണം വളരെ എന്താണ് ആൾക്കാരെ വിളിക്കാതെ വളരെ സിമ്പിളായിട്ടാണ് നടത്തിയത്. ഫോട്ടോസ് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായതാണ്. അതിനുശേഷം എല്ലാവരെയും വിളിച്ചിട്ട് പാർട്ടി കൊടുക്കാനുള്ള സമയം പോലും കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നില്ല. നിങ്ങൾ നേരെ പിന്നെ US പോയി. ഈ വളരെ തിരക്കുള്ള ഹസ്ബൻഡ് ഒരു ബിസിനസ്മാനാണ് നമുക്ക് മനസ്സിലാക്കാം. ഇദ്ദേഹത്തിൻ്റെ മേഖല വേറൊരു തലത്തിലുള്ളൊരു മേഖലയാണ്. വളരെ തിരക്കുള്ള ഒരു ഹസ്ബൻഡിൻ്റെ വൈഫ് എന്ന ഒരു പദവി അതെങ്ങനെ എൻജോയ് ചെയ്യുന്നു? എനിക്ക് തോന്നുന്നു ഞാൻ ഈ കുറേ വർഷം ഒറ്റയ്ക്ക് ജീവിച്ച് ഭയങ്കരമായിട്ട് എൻ്റെ ഒരു മാസ്കുലിൻ സൈഡാണ് എക്സ്പ്രസ് ആയിക്കൊണ്ടിരുന്നത്. തണ്ടേടവും ബോൾഡ്നെസ്സും. എന്നുവെച്ചാൽ ഈ ലോകത്ത് ജീവിക്കണമെങ്കിൽ ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കണമെങ്കിൽ അത്യാവശ്യം നമ്മൾ തണ്ടേടം ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ എനിക്ക് ഓൾറെഡി അത് അത്യാവശ്യം ഉള്ളതാണ്. പക്ഷേ എൻ്റെ ഫെമിനിൻ സൈഡ് ഭയങ്കരമായിട്ട് അങ്ങ് അടിച്ചമർത്തപ്പെട്ടു എൻ്റെ ഓൺ മാസ്കുലിനിറ്റി കാരണം. അപ്പോൾ ഞാൻ ഭയങ്കര ബോൾഡ്. എല്ലാവരും കണ്ടാൽ എന്നെ ബോൾഡ് എന്നാണ് പറയുന്നത്. ബിക്കോസ് ഈ കാരണം കൊണ്ടാണ് ഞാൻ റിയൽ ലൈഫിൽ വർക്ക് ചെയ്യുന്ന മേഖലയായാലും ജീവിക്കുന്ന ലോകമായാലും ഒരു സ്ത്രീ ഒറ്റയ്ക്ക് ജീവിക്കണമെങ്കിൽ ഭയങ്കര മാസ്കുലിൻ സൈഡ് നമ്മൾ റിവീൽ ചെയ്യും. ആ സൈഡ് കംപ്ലീറ്റ്ലി അങ്ങ് ഒരു ആൽഫ മെയിൽ നമ്മുടെ ലൈഫിലുണ്ടെങ്കിൽ നമ്മുടെ സ്ത്രീത്വം പുറത്തു വരും. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ കംപ്ലീറ്റ് മൈൻഡ് സെറ്റ്, എൻ്റെ സ്വഭാവം, എൻ്റെ സംസാരം, എൻ്റെ ഈവൻ ഡ്രസ്സിങ് സ്റ്റൈൽ, ജീവിത രീതി എല്ലാം ഫെമിനിനായി മാറി. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ബുക്കുകളിൽ എഴുതിയ കോണ്ടൻറ്റ്സ്, ഇപ്പോൾ ഞാൻ എഴുതിയ ദി ഓട്ടോബയോഗ്രഫി ഓഫ് ഗോഡ് അല്ലെങ്കിൽ അതിൻ്റെ മലയാളം ദൈവത്തിൻ്റെ ആത്മകഥ, ഈ ബുക്സിൽ പറയുന്നത് ഒരു മാസ്കുലിൻ സൈഡ് ഓഫ് സ്പിരിച്വാലിറ്റിയാണ്. അതിൻ്റെ ഫെമിനിൻ സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ പ്രകൃതിയിലോട്ടാണ് വരുന്നത്. മറ്റത് കോൺഷ്യസ്നെസ്. ഇത് പ്രകൃതി എന്ന് പറയുമ്പോൾ പ്രാക്ടിക്കൽ കാര്യങ്ങളാണ്. ഇതിൽ അത്യാവശ്യം സ്പിരിച്വൽ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് മാത്രമേ ആ ബുക്കുകൾ മനസ്സിലാവുകയുള്ളൂ. ആർക്ക് വായിച്ചാലും അതിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമായിരിക്കും. പക്ഷേ വളരെ പ്രാക്ടിക്കലായിട്ടുള്ള റിയൽ ലൈഫ് കാര്യങ്ങൾ ഇപ്പോഴാണ് വർക്കാവുന്നത്. ആ ബുക്ക്, അടുത്ത ബുക്കിൻ്റെ പേര് ഓൾറെഡി ഇട്ട് കഴിഞ്ഞു. ഞാനിപ്പോൾ ഡിസ്കഷനിലാണ്. ഇറ്റ്സ് കോൾഡ് വിമനോപോസ്. ഭയങ്കര ഡീപ്പായിട്ടുള്ള റിയൽ ലൈഫ് സിറ്റുവേഷൻസിൽ നമ്മൾ എന്താ പറയുക, കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്ന കുറേ ഘടകങ്ങളാണ് വരുന്നതിൽ. വളരെ പ്രാക്ടിക്കൽ എന്ന് വെച്ചാൽ എല്ലാവരുടെയും വീട്ടിൽ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഒരു വീട്ടിൽ നെടുന്തൂണ് ആ വീടിൻ്റെ സ്ത്രീയാണ് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നത് വിവാഹത്തിന് ശേഷമാണ്. ഒരുപക്ഷെ അതിനായിരിക്കും വിവാഹം കഴിക്കേണ്ടി വന്നത്. അപ്പോൾ ഇതാണ് എന്നിൽ വന്ന വ്യത്യാസം. സ്ത്രീത്വം ആക്ച്വലി എക്സ്പ്രസ് ചെയ്യാൻ പറ്റി തുടങ്ങി. ബിക്കോസ് നമ്മുടെ സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി ഈസ് ഓൾറെഡി ടേക്കൺ കെയർ ഓഫ്.
നമ്മൾ തന്നെ വേണ്ട അത് നോക്കാൻ.